പോയിക്കോ, ഇനി ഇവിടെ നിൽക്കണ്ട. പോയി നിന്റെ വീട്ടിലേക്ക്. എന്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇവിടെ ഉള്ളവരുടെ പ്രതികാരം ചെയ്യാന്ന് നീ വിചാരിക്കണ്ട. താലി കെട്ടിയവന്റെ അടുത്ത് ഭാര്യയായി ജീവിക്കാൻ കഴിയാത്ത നീ ഒരു പെണ്ണാണോടി? ഇറങ്ങി പോടി. എന്റെ അനിയന്റെ അച്ഛന്റെ വാക്കൊന്നും ഞാൻ കേട്ടില്ല, കേൾക്കാൻ തയ്യാറായില്ല. കാരണം എന്താണെന്നറിയോ? നിന്നെ ഒരുപാട് ഞാൻ വിശ്വസിച്ചു. പക്ഷേ അവസരം കിട്ടിയപ്പോഴൊക്കെ നീ എന്നെ പറ്റിക്കാൻ നോക്കി. ഹണിമൂണിന്റെ ഓരോ രാത്രികളിലും ഓരോ കാരണങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അയ്യോ പാവം നടിച്ച് നിന്നു നീ. അങ്ങനെ നീ എന്നെ മണ്ടനാക്കി. എങ്ങനെ തോന്നിയടി നിനക്ക്? ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞു അരവിന്ദ്. മനസ്സിലുള്ള ദേഷ്യവും വെറുപ്പും ഒക്കെ പുറത്തേക്ക് വന്ന് തീർന്നോ? ഇനി എനിക്ക് സംസാരിക്കാമോ? നീ എന്ത് പറയാനാടി? ഇതിനപ്പുറം നിനക്ക് എന്നോട് എന്താടി പറയാനുള്ളത്? നിന്നെ ശരിക്കും മനസ്സിലാക്കി. ഇനി നീ വീണ്ടും എന്നെ മണ്ടൻ അരവിന്ദനാക്കാൻ നോക്കണ്ട. വിട്ടോ, പൊക്കോ. അരവിന്ദേ, എടുത്തു ചാടിയൊരു തീരുമാനം എടുത്ത് വെറുതെ ജീവിതം കളയരുത്. ഒക്കെ സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. ഇനി സംസാരിക്കാൻ ഒന്നുമില്ല. വാശി വേണ്ട അരവിന്ദേ. ദേ, നിന്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതെല്ലാം ശ്രേയ മോളോട് സംസാരിച്ച് നേരെ വഴിക്ക് കൊണ്ടുവരാൻ ഞാനില്ലേ ഇവിടെ. അമ്മേ, മിണ്ടാതിരുന്നോണം. കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയുമെങ്കിലേ പെറ്റ തള്ള അങ്ങനെ ചെയ്യാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ട. നീ എന്താ പറഞ്ഞേ? ആന്റി വെയ്, ഇത് ഞങ്ങളുടെ കാര്യമല്ലേ? ഭാര്യ ഭർത്താക്കന്മാരായ 1000 പ്രശ്നങ്ങളുണ്ടാവും. ഇതില് നിങ്ങൾ ആരും ഇടപെടണ്ട. നീ എന്താ പറഞ്ഞത്? ഭാര്യ ഭർത്താക്കന്മാരോ? ആ ചിന്തയൊക്കെ ഉണ്ടോടി നിന്റെ മനസ്സില്? ഭാര്യ എന്നത് വാക്കുകൊണ്ടല്ല, ജീവിതം കൊണ്ട് കാണിക്കട്ടെ. പക്ഷെ നീ, ഞാൻ താലിയായിട്ട് നിമിഷം മുതൽ ഇപ്പൊ വരെ എന്റെ ഭാര്യയായിട്ട് ജീവിച്ചിട്ടുണ്ടോ? അതുകൊട്ടെ ഒരു ഭർത്താവാൻ നീ എന്നെ അനുവദിച്ചിട്ടുണ്ടോ? ഞാൻ സമാധാനത്തോടെ നിൽക്കുവാന്ന് കരുതി എന്തും പറയാന്ന് വിചാരിക്കണ്ട. ഞാൻ പറയുന്നത് തെറ്റായി കണ്ടോ? ഒരു പഠിച്ച കള്ളൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ അരവിന്ദ്. നിന്നോട് എക്സാമ്പിൾ ചോദിച്ചാ ഞാൻ ഒരു വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ. അരവിന്ദേട്ടാ, പെണ്ണുങ്ങളെ തല്ലാൻ കൈ ഓങ്ങുന്നത് ശരിയല്ല. മനസ്സിലുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞില്ലേ? വിശപ്പാമ്പാന്ന് അറിഞ്ഞുകൊണ്ട് തല്ലാതെ തെറ്റ് തന്നെയാ. മിസ്റ്റർ അരവിന്ദ്, സമാധാനമായിട്ട് കാര്യങ്ങൾ പറയാന്ന് വിചാരിച്ചപ്പോ തോന്നിയസം പറയുന്നോ? എന്നെ വലിച്ചെറിയാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് തിരിച്ചു ചെയ്യാൻ എനിക്കും പറ്റും. ഞാൻ അത് ചെയ്യാതെ നേരെ ഇങ്ങോട്ട് എന്തിനു വന്നു? എന്റെ സന്തോഷവും ഈ കുടുംബത്തിന്റെ സമാധാനം ഇല്ലാതാക്കാൻ. അല്ലാതെന്താ? അതെന്റെ ജോലിയല്ല. ദാ ഈ നിൽക്കുന്ന നിങ്ങളുടെ അനിയന്റെ ഭാര്യ ഇവളുടെ ജോലിയാ. മാഡം, മാഡം മതി, നിർത്തിക്കോ. നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ നിങ്ങൾ തീർക്കണം. അതിനിടയിലേക്ക് ആവശ്യമില്ലാതെ എന്റെ ഭാര്യയെ വലിച്ചഴിക്കരുത്. പേടിപ്പിക്കാണോ ആകാശ്? നടന്നതെല്ലാം മറച്ചുവെച്ച് സത്യത്തെ മൂടിവെച്ച് വിചാരിച്ചതെല്ലാം നടത്തിയെടുക്കാന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ കരുതുന്നത് ആകാശോ ചാരുമോളൊന്നല്ല, നീയാ. അങ്കിളിന് അപകടം പറ്റി ഹോസ്പിറ്റലിലായപ്പോ ഞാൻ എത്ര വിഷമിച്ചു എന്നറിയോ? അത് വിഷമമല്ല മാഡം, അഭിനയം. ഒരു രാത്രി പോലും കൂടെ കിടത്താതിരിക്കാൻ വേണ്ടിയുള്ള നിന്റെ വെറും അഭിനയം. ഇറങ്ങി പോടി. പോകാ അരവിന്ദ്. ഞാനിവിടെ വന്നത് നിങ്ങളുടെ കാലിൽ വീണ് മാപ്പപേക്ഷിക്കാനല്ല, ഒരു സത്യം പറഞ്ഞിട്ട് പോവാന്ന് കരുതി. ഓ, സത്യോ? ആ വാക്കൊക്കെ അറിയാലോ അല്ലേ? അരവിന്ദ്,
എനിക്ക് നന്നായിട്ട് സംസാരിക്കാനൊക്കെ പറ്റും. അങ്ങനെ ഞാൻ സംസാരിച്ച അതിന്റെ അപമാനം നിങ്ങൾക്ക് തന്നെയാ. അരവിന്ദനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച അതെന്നെ കൂടി അപമാനിക്കുന്നതിന് തുല്യമായിരിക്കും. ഓ, കേൾക്കാൻ നല്ല സുഖമുണ്ട്. അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം. റിസോർട്ടിൽ വെച്ച് അത്രയും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയില്ലേ? അപ്പോ എന്റെ ഭാഗം എന്താണെന്ന് കേൾക്കാൻ തയ്യാറായോ? വലിയ ന്യായാധിപനെ പോലെ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. നിന്റെ എന്ത് ഭാവം കേൾക്കാനടി? അവന്മാർക്ക് നീ എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തില്ലേ? ഞാൻ അയച്ചു കൊടുത്തിട്ടില്ല. വേറെ ആരയക്കാനടി? അത് നിങ്ങളുടെ അനിയനോടും അനിയന്റെ ഭാര്യയോടും ചോദിക്കും. നീ ചെയ്ത തെറ്റിന് ഞാനെന്തിനാ അവരോട് ചോദിക്കണം? ചെറ്റത്തരം കാണിച്ചത് ഞാനല്ല, അവരാ.